നാടകം ആരംഭിക്കുന്നു. അഭിവാദനങ്ങൾ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാനിലയമേ, നിൻ കൃപാവരം ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. നന്മയെന്നും വിതയ്ക്കുവാൻ, നന്മയെന്നും വിതയ്ക്കുവാൻ, പ്രത്യാശകൾ പ്രഭാതശ്രീ ഹൃദയങ്ങളിൽ തെളിയിക്കുവാൻ, കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. ശാന്തി തന്നെ ചല നിർമ്മല നീരാഴി, ആന്തഹൃദയങ്ങൾക്ക് ആശ്വാസധാരണി, കരളിന്റെ കരളിലെ കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയുന്നു നിന്ദാന നിർജ്ജരി. കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. അയ്യോ, ഇവളെ നേരം പരവരാ എടുത്തല്ലോ. ഇടിച്ചു പിന്നെ ഒന്ന് എഴുന്നേക്കടി. രാവിലെ എഴുന്നേറ്റ് പാടി പ്രാർത്ഥിക്കണമെന്നൊരു ബോധം ഇല്ലയോ ഒച്ചേ? എന്റെ അപ്പ ഞാൻ ഉറങ്ങട്ടു, ഉറക്കം വന്നിട്ട് പോയി. എന്ന് രാത്രി എത്ര മണിക്ക് ഉറങ്ങേന്നറിയാവോ? ഉറങ്ങിക്കോടി. കർത്താവ് വരുമ്പോഴും നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങത്തെ. എന്തായാലും അപ്പ നോക്കുമല്ലോ, ഞങ്ങൾക്ക് അത് മതി. ഓഹോ, പുത്ര ഉണർന്ന് കിടക്കുമായിരുന്നോ? മൂട്ടി വെയിലടിച്ചിട്ട് അവൻ പുതപ്പിന്റെ ചുരുണ്ടുകൂടി വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് കിടക്കുവാ. ഈ അപ്പയ്ക്ക് എന്നൊക്കെ സോക്കേടാ. ആണടി, എനിക്ക് സൂക്കേടാ. രാവിലെ നിന്നെയൊക്കെ കുത്തി എഴുന്നേൽപ്പിച്ച് പാടി പ്രാർത്ഥിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത സൂക്കേടാ. ഈ പ്രാർത്ഥന കൊണ്ടാ നീയൊക്കെ ഇവിടം വരെ എത്തിയത്. അത് നീ ഒന്നും മറക്കരുത്. എടീ, കർത്താവ് പോലും പറഞ്ഞത് എന്തുവാ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാ. ആ എന്നിട്ടാ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പ ഇരുന്ന് ഉറങ്ങുന്ന. എടാ, ആരുറങ്ങിയെന്നാ നീ പറഞ്ഞേ? എടാ, അത് ഞാനിത് ധ്യാനിക്കുമല്ലായിരുന്നു. എന്നിട്ടാ പാസ്റ്റർ അന്തോണിന്ന് വിളിച്ചപ്പോ ഞെട്ടി ഉണർന്നത്. ശരിയാടി, ആ ഞെട്ടിയതിന്റെ ക്ഷീണം അപ്പയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഉണ്ടായിരിക്കടാ. രാവിലെ നല്ലതിനൊരു ചൊല്ല്, അല്ലാത്തതിനൊരു തല്ല്. നീയൊക്കെ വേണമെങ്കിൽ വാ. താവേ സ്വത്രം 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 ദൈവമേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കും ദൈവമേ. പ്രഭാതത്തിൽ സ്തുതിക്കുന്നു നിന്നും പ്രകാശിക്കും ദൈവമേ. കർത്താവേ സ്തോത്രം ദൈവമേ. കൊതുകിന്റെ ശല്യം ദൈവമേ. മനമേ പക്ഷി സിബിനെ മനമേ പക്ഷി ചിലയ്ക്കും പാട്ടും തെറ്റി പിള്ളാരെ വിളിച്ച്
ഇവിടെ ഇരിക്കടാ. വീടല്ലേ നീ? ഉറക്കം വരുവാ അപ്പാ. എന്നാ ഇപ്പൊ തലങ്ങണയും കൂടെ എടുത്തോ. മനമേ ഡാ. പരിസരബോധം ഇല്ലാതിരിക്കുവാ ദൈവസന്നിധി. മനമേ പക്ഷിഗണങ്ങളുണർന്നി ഗീതങ്ങൾ മനമേ നീയുമുണർന്നി ചുപരനെ പാടി സ്തുതിക്കാൻ. രണ്ടൂടെ പാടാൻ. സ്തുതിക്കാൻ. നോക്കിക്കാൻ പാട. ഓ ഇത് മലയാളത്തിൽ എഴുതത്തെ, മലയാളം ഒട്ടും അറിയത്തുമില്ല. ദൈവമേ സ്വത്രം മൊബൈലും എടുക്കാൻ മറന്നു. ഞാനിരുന്ന് പാട്ട് പാട. നമ്മള് പലത് കണ്ടു. ോടാ കണ്ടേ? ഓ ഒന്നുമില്ലേ. കർത്താവേ സ്വത്രം സ്വത്രം സ്വത്രം. ദൈവമേ ദിവസം എടുക്കടാ. കർത്താവേ സ്വത്രം. കർത്താവേ നല്ല പകൽക്കാലത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ സ്വത്രം സ്വത്രം. പുരുഷന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും ാതെയും കോടനായ പ്രമാണത്തിൽ സന്തോഷിച്ചവനായ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാമേൻ. വായിരടി. എനിക്ക് മലയാളം അറിയത്തില്ലെന്ന് അറിയില്ലേ? ഓ വായിര്. കർത്താവേ കണ്ണുകളെ തുറക്കണേ. കർത്താവേ. Psalms 23 verse 1. The Lord is my shepherd. പുസ്തകത്തിൽ ഉമ്മ വെക്കാനല്ല പറഞ്ഞേ. രാവിലെ നീയെങ്കിലും വായി. ഇതെന്താ ഫ്രഞ്ചോ? പുസ്തകം തലപിരിച്ചാണോടാ പിടിക്കുന്നേ? ഫ്രഞ്ചല്ല, കന്നഡ. Psalms 23 verse 1. The Lord is my shepherd. കാണാനും വയ്യ. മതിയടാ, മതി. നിന്റെ കണ്ണ് വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം നീ നശിപ്പിച്ചു. ദൈവഭയമില്ലാത്തവൻ. പിന്നെ അപ്പയ്ക്കുള്ള ഭയമല്ലേ? രാവിലെ ചെന്ന് അതിര് മാന്തിയിട്ട് വന്ന് വേദാന്തം കാണിക്കല്ലേ? ആരതിന് മതിയെന്ന് പറയുന്നത്? അത് സർവേക്കല്ല് ചെരിഞ്ഞു കിടന്ന് ഞാൻ എടുത്ത് നേരെ വെച്ചതാ. ഓ അപ്പൊ അതിനെ വിളിക്കുന്ന ഓമന പേരാ തിരുമാന്തലല്ലേ? കർത്താവ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്യന്റെ മോൽ ആഗ്രഹിക്കരുത്. കേട്ടാ ഉണ്ടായിരടി. രാവിലെ വെറും വയറ്റി കുത്തിരുന്ന അപ്പനെ വചനം പഠിപ്പിക്കല്ലേ. കഴിഞ്ഞ ആഴ്ച വന്ന പ്രവാചകൻ എന്ന് പറഞ്ഞ ഞാൻ നിന്റെ അതിരിനെ വിശാലമാക്കുമെന്ന്. ഓ എന്തോ നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പനാ രുചി വരുന്നല്ലേ വചനത്തിൽ പറയുന്നേ. പിന്നെ എന്തുവാടാ നീ കിടന്ന് കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്? വന്നു മോനെ, മോനെ, ദൈവവചനം നീ വളച്ചൊടിക്കരുത്. അന്യന്റെ മുതൽ അപകരിക്കരുത്. അത് പാപമാ കുഞ്ഞേ, അത് പാപമാ. നാം ഇങ്ങനെ നേടുന്നതും സമ്പാദിക്കുന്നതൊന്നും നാം അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോവുകയല്ല മോനെ. മറന്നു പോകരുതൊന്നും, നീ മറന്നു പോകരുത്. അപകരിക്കാതെ അങ്ങ് പൊക്കിയൂടെ? ബാക്കിയുള്ള സ്വസ്ഥത അപകരിക്കാൻ എന്തിനാ ഇങ്ങനെ കിടക്കുന്നേ? കുറച്ച് നാളോട്ട് മോഹിപ്പിക്കുക. ഇന്ന് പോകും നാളെ പോകുമെന്നും പറഞ്ഞ് അങ്ങനെ പറയൂ. നീ അത് പറയുമടാ. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ നിന്റെ അമ്മയും അപ്പനുമായി നിന്നെ വളർത്തി വലുതാക്കി എന്നോട് തന്നെ നീ അത് പറയണമടാ. നീ ചെറുപ്പത്തിലെ വലിയ പിടിവാശിക്കാരനാ. നീ നിർബന്ധം പിടിക്കുമ്പോഴൊക്കെ ഈ ഞാൻ എന്റെ മുണ്ട് മുറുക്കി കൊടുത്താണ് നിന്നെ വളർത്തിയത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട അപ്പച്ച. നിനക്കുമില്ലടാ നിന്നോളം വലുതായ മക്കള്. നാളെ അവര് നിന്നോട് ഇത് പറയുമ്പോ നിനക്ക് വേദന വരുമടാ. വല്യപ്പൻ ഓശാന പാടാൻ കുറെ കൊച്ചുമക്കള്. അപ്പൻ രാവിലെ ഈ പഴമ്പരാണ് പ്രവണകണം പോയി പ്രാർത്ഥിക്കപ്പാ. രാവിലെ ഇറങ്ങിയേക്കുവാ. ഞാൻ പൊയ്ക്കോളാം. എന്റെ കർത്താവേ, ഇതിനെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇനിയും താമസിക്കൽ.
പരമതമ്പുരാൻ. മിക്കവാറും അതിന്റെ മുമ്പ് അപ്പയ്ക്ക് പോകേണ്ട വണ്ടി വരും. സത്യം. ഗുരുത്തം കെട്ടവൻ ഞങ്ങളെ പേടിപ്പിക്കുക. ഇല്ലടാ, അതിനു മുമ്പ് എന്റെ വണ്ടി വരത്തില്ല. തോട്ടത്തിലെ റബ്ബർ വെട്ടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതൊക്കെ ഞങ്ങള് വെട്ടിക്കോളാം. അത് എന്റെ കാലം കഴിയായിരിക്കോടാ നീ അത് വെട്ടി തിന്നെ. ഇങ്ങനെ ഉണ്ടോ? ദൈവമേ, രാവിലെ പ്രാർത്ഥന മുടങ്ങി. കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ, നല്ല പകൽക്കാലത്തിനായി കർത്താവേ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഈ പകൽക്കാലം ഉമ്മാർക്ക് രണ്ടിലും മനസാന്തരം കൊടുക്കണേ കർത്താവേ. കർത്താവേ കർത്താവേ സ്തോത്രം സ്തോത്രം. മിസ്കോളം. കർത്താവേ സ്തോത്രം. പ്രാർത്ഥിക്കടാ. സ്തോത്രം സ്തോത്രം. 2 മൊബൈലൊക്കെ ഉള്ള സ്തോത്രം. ടോമി, ടോമിയെ ടച്ച് ഒന്ന് ഉപയോഗിക്കാൻ പറയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എടേ ഞാൻ ആരെത്തിയ 5 മിനിറ്റ് ഞാൻ ഒന്ന് ഇറങ്ങിയ ദാണ്ട് വരുന്നത്. പോയി, എല്ലാം പോയി. അവൻ പ്രാർത്ഥിക്കാൻ എഴുന്നേർത്ത് എണ്ണിച്ച് പോയാ മക്കളെ. പോയി. അവന്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. ദൈവമേ, അങ്ങനൊന്നും കണക്കിടല്ലേ. കുഞ്ഞുനാളിൽ മുട്ടയുമേലിരുന്ന് കണ്ണിനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിച്ച എന്റെ ഈ മോഹന് ഇന്നെന്ത് പറ്റി കർത്താവേ? അങ്ങയുടെ പരിപാവനമായ നാമം ദുഷിക്കപ്പെടുമോ അവൻ കൊണ്ട് ഞാൻ പേടിക്കുന്നു. ആ മക്കളെ, ഇന്ന് അവന് സ്ഥാനമാനം പണമൊക്കെ മതി. അവൻ പോട്ട് കേട്ടോ, നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. അപ്പച്ചൻ ഇവിടെ ഒന്ന് കയറിയിരിക്കുക. ഞങ്ങളുടെ പിതാവേ, എല്ലാം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. മക്കളെ കേട്ടോ അവന്റെ പ്രാർത്ഥന? അങ്ങനെ ജോർജിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ? അവനെ അതിന്റെ ഐശ്വര്യം അനുഗ്രഹം അവന്റെ വീട്ടിലുണ്ട്. അതിനെങ്ങനാ? നമ്മൾ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരല്ലേ, നമുക്ക് എന്തുമാകാമല്ലോ. ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ നമുക്ക് അവിടെ ചെന്ന് തകർക്കാൻ. മക്കളെ, ദൈവത്തെ അറിഞ്ഞ് തന്നെ ജീവിക്കണം കേട്ടോ. ആ പോയവനെ ഇനി വരട്ടെ, വരുമ്പോ നമുക്ക് അവനോട് സംസാരിക്കാം. മക്കളെ, ഒരു കാലത്ത് ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച് ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച് ദൈവ രാവിലെ എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോഴത്തേന് അവനങ്ങ് തുടങ്ങും. അതേ ഇവിടുത്തെ ഒരു പുരാവസ്തുവാ. ഞാൻ ഈ ഒരു 10 മിനിറ്റ് നില്ലടേ ജംഗ്ഷനിലോട്ട് ഇറങ്ങി. എന്നാലും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടേ പോത്തുള്ളൂ. നിന്നെ പോലുള്ളവരോട് ഞാൻ പറയണം, ഒരു കാലത്ത് ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച് ഭക്തിക്ക് വില കൊടുത്തിരുന്നു ആദ്യ പിതാക്കന്മാര്. ഇന്നത് അഭിനയഭക്തന്മാരുടെ കേളിരകമായി പോയടാ. നിന്നെ പോലുള്ളവരുടെ ഞാൻ പോവുക. നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. മക്കളെ, രാവിലെ മൂട് കളയാൻ ഒരു അപ്പൻ ഇറങ്ങിയേക്കുക. ഇപ്പം വിളിച്ചതേ നമ്മുടെ ടോമിയാ. ഒരു നല്ല പാർട്ടി കൈ വന്ന് വിളിച്ചു. തുടങ്ങി. എടാ ഗൾഫുകാരാ, കച്ചവടം ഒത്താൻ അപ്പൊ നല്ല ഒരു തുക കമ്മീഷനുമായിട്ട് ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്റെ മക്കളെ കാണാൻ. എവിടുന്നാ? അപ്പോ ഇവിടെ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലേ? എന്തുവായിരുന്നു ഇവിടുത്തെ പെർഫോമൻസ് ഇന്ന്? ഒരു കസ്റ്റമറെ കിട്ടിയപ്പോ ദൈവം വേണ്ട, പ്രാർത്ഥനയും വേണ്ട. അത് പിന്നെ നിനക്കൊക്കെ വേണ്ടിയാ എന്റെ ഈ പരക്കമ്പായിരുന്നു. എന്റെ ദൈവത്തിന് നന്നായി അറിയാം. അവന്റെ പ്രകൃതി അറിയുന്ന ദൈവം. ഇതൊരു വല്ലാത്ത പ്രകൃതിയാ. അവന്റെ അപ്പനായി എനിക്കും അറിയത്തില്ല, സഭയിലെ പാസ്റ്റർ അറിയത്തില്ല, പിന്നെ ദൈവം തമ്പുരാൻ അറിയാമോന്ന ഇപ്പൊ എന്റെ സംശയം. ഇതാ ഒരു വഴി ശരിയാകാത്തത്. എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി ഒരു 10 പൈസയുടെ വകുപ്പിക്കാൻ നോക്കുമ്പോൾ ഇമാതിരി ഒരു ലക്ഷണം കെട്ട ഡയലോഗ് അപ്പന്റെ സ്ഥിരം പതിവാ. സുവിശേഷവാലിക്ക് പോലെ അവന് ഒരു സുവിശേഷതാകം ആത്മാക്കളെ കുറിച്ചുള്ള കറക്റ്റ് അപ്പച്ച. അപ്പയുടെ വർത്തമാനം കേട്ട ഏതോ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ സുവിശേഷ വേലയ്ക്ക് പോവാന്ന്. സംഭവം റിയൽ എസ്റ്റേറ്റ് ആണ് നടക്കുമ്പോൾ അറിയുന്നത്. അപ്പനെ വിൽക്കാൻ നടക്കുന്ന മോനടാ നീ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ബൈബിൾ എടാ മോനെ, നീ വേദപുസ്തകം എടുത്തോണ്ട് വസ്തു കച്ചവടത്തിന് എവിടെ പോവാടാ നീ? എന്റെ അപ്പന് ഇത് എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്ന? വരുന്ന പാർട്ടികൾ മുഴുത്ത ബന്ധക്കോസുകാരാ. ഇത് കൈയിരുന്ന അധികം വിലവിലശില്ലാതെ കാര്യം ഉറപ്പിക്കും. ഇവിടുത്തെ പാസ്റ്റർമാരുടെ എല്ലാം പരിപാടി ഇതാ. കയ്യിൽ ബൈബിളുണ്ട്, നീയും കൊണ്ടു നടക്കും. അപ്പച്ച, കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് അപ്പയ്ക്ക് കൊരങ്ങ് വരച്ചിട്ടുണ്ട് എനിക്ക്. നമുക്ക് എനിക്ക് വിശക്കുന്നു. ആ മക്കളെ, നമുക്ക് ഇന്നത്തെ വഴിയെല്ലാം ശരിയായി. ലക്ഷണക്കേട് തന്നെ ആദ്യം കൺമുമ്പിൽ വന്ന് പെട്ടല് ദൈവമേ. ഓ, എങ്ങോട്ടാണോ ഈ പോക്ക്? ആരെ വിഴുങ്ങാനാണോ? എന്റെ ദൈവമേ, എന്താണോ ഭാവം ആർക്കറിയാം? ഈശോ മശിഹായേ, രാവിലെ ഇറക്കുക.
രാവിലെ നാട്ടുകാരനെ അയൽക്കാരനെ ദ്രോഹിക്കാനുള്ള വ്യായാമം. ആഹാ. ഇത് കൊള്ളാമല്ലോ. ഈ സർവേക്കാരൊക്കെ നിയമം തുടങ്ങിയോ? ആഹാ, ഇത് നല്ല പൂരായി പോയല്ലോ. ഇന്നലെ രാത്രിയിൽ കിടന്ന സ്ഥാനത്തല്ല ഈ കല്ലിപ്പോൾ കിടക്കുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്നു? വന്നു. എന്താ അച്ചായ ലെവലായി. നീ ഇത് കണ്ടോ? ഈ കല്ലിന് ജീവൻ വെച്ചിരിക്കുന്നത് കണ്ടോ? അല്ലല്ല. ഇന്നലെ ഈ കല്ല് കിടന്നത് ഇവിടെ, ഇപ്പോൾ അവിടെ കണ്ടോ? എന്റെ അച്ചായ ഇതെന്താ അതിക്രമമായി ഇയാള് കാണിക്കുന്നത്? ഇയാൾക്ക് രാത്രിയിൽ ഉറക്കമൊന്നുമില്ലോ? രാത്രി മുഴുവനും കുത്തിയിരുന്ന് അതിര് മാന്തുന്നത് അയാളുടെ തൊഴില്. അതെ അതെ അതെ, ആളും തരവും കണ്ടുവേണം സംസാരിക്കാൻ. ഞങ്ങൾക്ക് ആരുടെ അതിര് മാത്രം, ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാ. പിന്നെ ഒരു മര്യാദയില്ലാത്ത സംസാരം മാപ്പിളെ നമ്മളെ കൂടെ രാവിലെ വന്ന് വിളമ്പരുത്. ഇവിടെ ഒന്നും അല്ലെങ്കിൽ ഞാൻ പ്രമാണപ്രകാരം ജീവിക്കുന്നവനാടോ. തന്റെ ഒരു പ്രമാണം. ഈ നാട്ടിൽ എത്രയോ ജീവിതങ്ങളെയാടോ വസ്തു കച്ചവടം കളിപ്പിച്ചിരിക്കുന്നത്. ഈ സത്യവ്യവസ്ഥ നടക്കാൻ തനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഈ ദേശത്ത് എല്ലാവർക്കും അറിയാമോ താന് കൊള്ള പലിശ വാങ്ങിച്ച് സമ്പാദിക്കുന്ന എല്ലാവർക്കും അറിയാമോ? ആഹാ, എന്നിട്ടാ കണ്ടില്ലേ? എന്നിട്ടാണ് ഈ വ്യവസ്ഥ സത്യവ്യവസ്ഥ കഷ്ടം നടക്കുക. പ്രമാണം എന്താ പറയുന്നത്? സത്യവേദ പുസ്തകത്തിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടില്ലയോ? നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന അതിർ നീ മാറ്റരുത്. കാലത്തെ ഇങ്ങോട്ട് മാറ്റും, ഉച്ചയ്ക്ക് അങ്ങോട്ട് മാറ്റും. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. എന്റെ വ്യക്തിത്വത്തോടെ കളിച്ചാലുണ്ടല്ലോ പ്രമാണം ഞാൻ അങ്ങ് മാറ്റി. എന്താണ് തന്റെ വ്യക്തിത്വം? പറയണോ? വ്യക്തിത്വം ഉണ്ടോ? എടോ, ഞാൻ ആരെയാ പറ്റിച്ചത്? ആരെ പറ്റിച്ചോ? പറയണോ? ആരെ പറ്റിച്ചോ? എടാ, ആരെ പറ്റിച്ചോ? ഏതാ കൊച്ചാ? അയാള് രാവിലെ അപ്പനാണോ നീ തള്ളിയിട്ട് ഒരുമിച്ച് കാണിച്ചു വളർന്ന ഒരു ബോധമല്ലോ രണ്ടിനും. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയേക്കുക ഒരു കേട്ടവൻ. അയ്യോ, കണ്ട അതിരാവിലെ തുടങ്ങി അത് തീർക്കും. ഇതുപോലെ രണ്ട് അയൽവാസികള്. അയ്യോ എന്റെ കടവുളേ കാപ്പാത്തുങ്കോ. അയ്യോ, ഇങ്ങനെയും ഉണ്ടോ രണ്ട് അയൽവാസികള്? ഇവർക്കൊന്നും ദൈവവും ദേവനൊന്നും ഇല്ലയോ? ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് പൂജ ചെയ്യുമ്പോൾ സമ്മതിക്കില്ലല്ലോ എന്റെ കടവുളേ. 33 ദൈവന്മാർ എടുക്കാൻ എനിക്ക് ഒരു ദൈവത്തെ വിളിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ എന്റെ കടവുളേ. അയ്യോ, എന്റെ അപ്പളപ്പൂമാരുടെ ഒരു 3 സെന്റ് സ്ഥലവും വീടും എനിക്ക് തരണേ എന്റെ കടവുളേ. അയ്യോ അയ്യോ, ഈ പോക്കുവാ ശരിയാവില്ല. ഞാൻ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്യും. അതെ സോമ, സ്വാമി എടുത്ത് സ്വാമി ക്ഷമിക്കുന്ന സാഹിത്യത്തിനൊക്കെ ഒരു പരിധി ഇല്ലയോ? ഇങ്ങനെയാണോ നിങ്ങൾ അയൽവാസിയോട് ജീവിക്കുന്നത്? ബാക്കിയുള്ള കൂടെ കിടന്നു കൊടുക്കണ്ടായോ? ഇതൊന്നും ശരിയാവില്ല. ഒന്നും നിങ്ങൾ മധ്യസ്ഥന്മാരെ വെച്ച് പഠിക്കണം, അല്ലെങ്കിൽ കോടതി പോകണം. എന്റെ സോമൻ ചേട്ടാ, അങ്ങനെ അങ്ങ് തീർക്കുമോ? ഇത് പെട്ടെന്ന് അങ്ങ് തീർക്കലേ അതിന്റെ ഒരു ത്രില്ല് പോകത്തില്ല. അപ്പന്റെ ഒരു മോനെ കണ്ടില്ലേ? കൂടെ നിൽക്കുന്ന മോനെ കണ്ടില്ലേ? അവൻ പറഞ്ഞ ജോച്ചം കൊള്ളുക പറയണ്ട. അവൻ പറഞ്ഞതാണ് ശരി. ഈ വഴക്ക് പെട്ടെന്ന് തീർത്താൽ പിന്നെ അയൽവാസികൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ പ്രധാന ഉദ്ദേശം അയൽവാസികളുടെ സ്വസ്ഥ കളയുക എന്നുള്ളതാണ്. ഇത് ശരിയാകൂല. പിന്നെ അച്ഛന് പോകുന്ന ആളത്ര ഇടയില്ല. അവൻ അതിരാവിലെ എഴുന്നേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ജലസേചന പരിപാടി ഉണ്ട്. നമ്മൾ കാണുന്നതാ. നമ്മുടെ ഭയങ്കര കോടതിമാരെ വരട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ അവന്റെ ജലസേചന പരിപാടി രാവിലെ. എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ സഹിക്കും, ക്ഷമിക്കും. പിന്നെ ഒന്നും അറിയാത്ത കുഞ്ഞിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. ഒന്നും അറിയാത്തൊരു കുഞ്ഞ് ഒരു കുഞ്ഞ്. അതെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കി വെച്ചാൽ മതി. ഞങ്ങളുടെ പിള്ളേരെയും ഞങ്ങൾ നോക്കിക്കോളാം. അല്ലേലും കണ്ടില്ലയോ തോണ്ടത് നിൽക്കുന്നു. ഈ നാട്ടിലെങ്ങും ഇത്രയും നാക്കുള്ളവരെണ്ണമില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചതേ ഉള്ളേലും ഞാൻ മലയാളമാണ്. അതോട് ചെയ്യുമ്പോൾ വലിയ തീരുമാനമൊന്നും ഞാൻ വേണ്ട. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഈ അതിരും മാന്തത് ഞാൻ ഈ 2 കണ്ടുകൊണ്ടും കണ്ടതാണ്. വഴക്കാസ്വദിക്കാൻ വന്ന് നിൽക്കുക. അപ്പനെ പേര് കേൾപ്പിക്കാനായിട്ട് മക്കള് എന്റെ മാത്തോട് ചേട്ടാ, നിങ്ങളെ മോനിത് എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ല മോനെ. എന്റെ വർക്കിച്ചായ പണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ താമസിച്ചത്. എന്റെ സുബ്ബച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയൽവാസികളായി ജീവിക്കണമെങ്കിൽ നിങ്ങളെ പോലെ ജീവിക്കണമെന്ന്. തർക്കമില്ലാതെ, വഴക്കില്ലാതെ, അതിരുകളില്ലാതെ സ്നേഹിച്ച നിങ്ങളുടെ മക്കൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? കുഞ്ഞെ, നീ പറഞ്ഞത് നേരാ. അതെല്ലാം ഇന്നലത്തെ പോലെ ഞങ്ങളുടെ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ അയറൊക്കെയാണ് മോനെ ഞങ്ങൾ ജീവിക്കുന്നത്. നിന്റേതെന്നോ എന്റേതെന്നോ ഒരു ഭാവം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അറിയോ, നാട്ടുകാരിപ്പോഴും പറയുന്നത് ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളാണെന്ന്, സഹോദരങ്ങളാണെന്ന്.
ഒന്നിനും ഞങ്ങളെ ഹൃദയങ്ങളെ ഇതുവരെ ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അറിയുമോ? നിനക്കറിയാമോ, ഈ കാണുന്നതെല്ലാം പട്ടിണി കിടന്ന് എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണെന്ന് അറിയാമോ? ഇതുവരെ ഈ പടുത്ത് അറിയാമോ? എന്തെല്ലാം സ്വപ്നങ്ങൾ എല്ലോടും മാത്തുക്കുട്ടി. അതായിരുന്നോ നമ്മുടെ നല്ല കാലം. ആ സ്നേഹത്തിലെ ദൃഢത ഒന്ന് മാത്രമാണ് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. പട്ടിണിയുടെയും ദാരിദ്ര്യം കൊടും ചൂടിലും ആ സ്നേഹം ഞങ്ങൾക്ക് മധുരമായി തീർന്നത് ആ സ്നേഹത്തിന്റെ വീര്യം കൊണ്ടാണ്. സോമ, നിനക്കറിയാമോ, നിന്റെ അച്ഛൻ സുബ്രഹ്മണ്യത്തോട് നീ ചോദിച്ചു നോക്കണം. ഞങ്ങൾ കുടിയേറ്റക്കാരായി ഈ ദേശത്തേക്ക് വന്നു. ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ധാരാളം വസ്തുവകളും സമ്പത്തുകളും തന്നു, തലമുറകളെയും തന്നു. സർവ്വക്കല്ലുകളോ അതിരുകളോ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം സ്നേഹത്തിലായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യരുടെയില് സ്നേഹത്തിന് പകരം ദ്രവ്യം കടന്നു പിടിച്ചപ്പോൾ മനുഷ്യൻ സ്നേഹം നഷ്ടപ്പെട്ടു. ഇന്ന് രക്തബന്ധങ്ങളെ തിരിച്ചറിയാത്ത ഇടർച്ചക്കല്ലുകളായി പോയി ഇന്ന് മനുഷ്യൻ. എന്ത് ചെയ്യാനാ മോനെ? എന്തുവാ രാവിലെ അച്ഛാമാര് രണ്ടുപേരും വിശേഷം പറിച്ചില്ല? ഞങ്ങളെ വിശേഷങ്ങളെല്ലാം വഴങ്ങുകളല്ലേ. ആ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ശാപവും അതാ അച്ഛ. പഴയ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഒരു ഓർമ്മയില്ല. പറഞ്ഞ എന്റെ സത്യം, ഈ ഭക്ഷണത്തിന്റെ എല്ലാം കാരണം അതാ എന്റെ എന്റെ പാസ് വന്ന സമയം വളരെ നന്നായി. ഇതുപോലെ രണ്ട് അയൽവാസികൾ ഈ ലോകത്തെങ്ങും കാണുമെന്ന് എനിക്ക് തോന്നി. അതിരാവിലെ തുടങ്ങും, അതിര് നടക്കും, ബഹളവും. എന്ത് ഇങ്ങനെയാണോ ഇവര് അയൽവാസികൾ ജീവിക്കുന്നത്? ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു നിൽക്കുക ഞാനിവിടെ. എന്താ ചെയ്യാനാ, ഞാൻ നോക്കാം. ശരിക്കും ഒന്ന് വചനം ഒന്ന് പറയണം. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ദൈവനാമം അപമാനിക്കപ്പെടും. ഞാനിവിടെ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ. ധോണി സഹോദര, എന്തുവാ അന്തോണി സഹോദര ഇത്? ഞാൻ ഇന്നാളെ പറഞ്ഞതല്ലേ ഈ അതിര് തർക്കത്തിനൊന്നും പോകല്ലെന്ന്. ക്രിസ്തുവിന്റെ ഭാവമുള്ള നമ്മളാണോ സഹോദര ഇത് കാണിക്കേണ്ടത്? മറ്റുള്ളവർ കാണിച്ചാൽ ഇത് നമുക്ക് ക്ഷമിക്കാം. പക്ഷെ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് വേദപുസ്തകവും എടുത്ത് നടന്നിട്ട് ഇതാണോ സഹോദര കാണിക്കേണ്ടത്? വർത്താനം പറയല്ലോ, ഞാനങ്ങനെ വഴക്കിട്ട് പോവോ? പിന്നെ അവര് ചുമ്മാതെ പറയും. രണ്ടെണ്ണം ഞാന് അങ്ങനെ വഴക്കിന് പോകത്തില്ല. ഭാഷേ, നമ്മളൊക്കെ വേർപെട്ട വിശുദ്ധന്മാരല്ലയോ? ആ, അങ്ങനെ ആയിരിക്കണം എപ്പോൾ. ഞാൻ വേണമെങ്കിൽ എന്റെ അതിന് കൂടെ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാം. അതാ നല്ല സ്വഭാവം. അതാ ഭാഷ എന്റെ ഒരു രീതി. പിന്നൊരു കാര്യമുണ്ട്, വിശുദ്ധന്മാർക്കും വിശ്വസ്തന്മാർക്കും ആണല്ലോ ഈ ഭൂമിയിൽ സ്ഥാനമില്ലാത്തത്. ഹലോ അത് വിശ്വസ്തന്മാർക്കല്ലേ? അല്ല ഇതാ കുഴപ്പം. ഇളയപുത്രനാ, പ്രത്യേകം പ്രാർത്ഥിക്കണം. നാക്ക് ഇത്തിരി കൂടുതലാ. പാർശ്വന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചില സമയത്ത് കഴുത സംസാരിച്ചാലേ ചില ബലയാമാര് നേരെയാവത്തുള്ളൂ. എന്തായാലും പാർശ്വൻ ഒന്ന് പ്രാർത്ഥിച്ച. ആ, വന്നാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ കർത്താവേ, അപ്പയുടെ ഒരു കാര്യം എന്നെ കൊണ്ട് പോത്തേ ഉള്ളൂ. സോരോ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ജോർജ് ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? ലീലാമ്മ സഹോദരി എന്തിയെ കാണുന്നില്ലല്ലോ? വിശേഷം ചോദിച്ചാൽ ഒരു സ്വസ്ഥതയുമില്ല പാസ്റ്ററെ. ഞങ്ങൾക്കൊരു അയലത്തുകാരുണ്ട്, അവരെയും കൊണ്ട് ഞങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല. ഇതാ വിഷയം. ഞങ്ങളുടെ അതിരിവിടെയാ. രാവിലെ ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ അതെടുത്ത് ഇവിടെ കൊണ്ടിടും. ഉച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ എടുത്ത് നേരെ വെക്കും. ആ, എന്നോട് ആ സഹോദരൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു വസിക്കുന്ന ഭവനമാണെങ്കിൽ ആ വീട്ടിൽ സമാധാനമുണ്ടാകും. വാ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ജോർജ് ബ്രദറെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ.
അച്ഛാ ഇത് കണ്ടോ അച്ഛാ? പിന്നെ ആ കല്ല് മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ അച്ഛാ? ആഹാ പാസ്റ്റർ പോയോ? പാസ്റ്റർ പോയോ? ആഹാ പാസ്റ്റർ പോയല്ലോ. എന്നാൽ നിന്റെ കൊള്ളാമല്ലോ ഇത്. ഇവന് പിന്നെ അസുഖം തുടങ്ങിയല്ലോ. ഞാൻ നോക്കട്ടെ ഈ ദേശത്ത് മധ്യസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. പെട്ടെന്ന് വരണേ. ഇതാ വരുന്നേ. എന്താണ് അച്ഛാ ഇവിടുത്തെ പ്രശ്നം? ഇതാണ് ഞങ്ങളുടെ കല്ല്. ഇതാണ് പ്രശ്നം. എത്ര ആന്തോണിയുണ്ട്, അവൻ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു. ജോർജായ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ ജന്മം തന്നെ ജനസേവനത്തിനായിട്ടുള്ളതാണ്. ഈ നാടും നാട്ടുകാരും അതാണ് എന്റെ സിരകളിലൂടെ ഒഴുകുന്നത്. അച്ഛൻ എന്നെ കുറിച്ച് എന്തറിയാം? ഈ മുല്ലപ്പെരിയാർ വിഷയം എന്താണെന്ന് അച്ഛൻ അറിയാമോ? അതും ഒരു തരത്തിൽ അതിര് വിഷയമാ. ആ വിഷയത്തിൽ ഞാൻ ഇടപെടാമെന്ന് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങ് മുകളിലിരിക്കുന്ന നേതാക്കന്മാർ സമ്മതിക്കണ്ടായോ? അച്ഛായ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പാർട്ടിക്കും നാട്ടുകാർക്കും വേണ്ടിയാണ് ഇക്കാലം അത്രയും ഞാൻ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് നിന്നത്. അതായാലും പെണ്ണു കൊടുക്കണ്ടേ? സ്വഭാവമോശം കൊണ്ടാ. അന്തോണിച്ചായ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ? അന്തോണിച്ചായ, ഇവിടുത്തെ പ്രശ്നം ഈ സർവേക്കല്ലല്ലേ? ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇത് ഞാൻ അങ്ങ് തീർക്കാൻ പോവാ. ഇനി അതെന്തുവാ? രണ്ടുപേരും ശ്രദ്ധിച്ചു കേട്ടോണം. ഇവിടെ ഞാൻ പാർട്ടിയുടെ ഒരു സ്മാരക മന്ദിരം അങ്ങ് പണിയാൻ പോവാ. പിന്നെ നിങ്ങൾക്ക് ഒരു അതിർതർക്കവും ഉണ്ടാവില്ല. സർവേക്കല്ല് ഉണ്ടെങ്കിലല്ലേ അതിർതർക്കമുള്ളൂ. പാർട്ടിയുടെ സ്മാരക മന്ദിരം പണിത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം അന്തോണിച്ചായനും ഇപ്പുറം ജോർജാനും എടുത്തോണം. അതുകൊണ്ട് പ്രശ്നം ഇവിടെ തീരും. കലക്കൊള്ളത്തിൽ തന്നെ മീൻ പിടിക്കണോ? അതാ ശരി. കലക്ക് വെള്ളം തന്നെ മീൻ പിടിച്ച് നോക്കുന്നുണ്ടോ? അല്ലേ? പോയാട്ടെ പോയാട്ടെ. ചേട്ടത്തിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ചേട്ടത്തി, ഈ നാക്ക് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എന്നേ ഞാനൊരു പ്രധാനമന്ത്രിയെങ്കിലും ആയേനെ. സത്യത്തിൽ ചേട്ടത്തി, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന് രാഷ്ട്രീയത്തിൽ പയറ്റിക്കൂടെ? കണ്ടിട്ടൊരു ഭാവിയുണ്ട്. മെമ്പർ ആദ്യം പോവും. മെമ്പറിന്റെ വീട് നന്നാക്കുക, എന്നിട്ട് ഞങ്ങളുടെ നാട് നന്നാക്കുക. മെമ്പർ പോ. ഞാനിപ്പം പോവാ. തള്ളെ പിന്നെ എടുത്തോളാം. ലീലാമേ, ലീലാമേ, ലീലാമേ. എന്തുവാ ചേട്ടത്തി? ഞാൻ വിചാരിച്ചു ഈ വഴിയൊക്കെ അങ്ങ് മറന്നുപോയെന്ന്. അങ്ങനെ മറക്കുവോ എന്റെ ലീല? അയ്യോ എന്റെ ചേട്ടത്തി, എന്തു പറ്റി? അങ്ങ് മെലിഞ്ഞു പോയല്ലോ ഇന്നാളത്തെ. എന്റെ ലീലാമേ, തല തൊട്ട് അടി വരെ പഞ്ചസാരയുടെ അസുഖ. എന്തോ ചെയ്യാനാ? പഞ്ചസാരയുടെ പൊടിയാണോ ഈ തല? നരയാ. അത് ശരി. പിന്നെ എന്തോ ലീലാമ ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ. മെമ്പർ ഇവിടെ പറഞ്ഞു പോണേ ഉണ്ടായിരുന്നല്ലോ. എന്റെ ചേട്ടത്തി, ഈ സർവേക്കല്ല ഇവിടുത്തെ പ്രശ്നം. സ്വസ്ഥമായി ജീവിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അയൽക്കാർ നല്ലതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ചേട്ടത്തി? അല്ലെങ്കിൽ ഇവര് നല്ല കുടുംബക്കാരൊന്നല്ല. ഇവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. എനിക്ക് ചായ എടുത്തോണ്ടേ മോളെ. ഇച്ചിരി പഞ്ചസാര കുറച്ചിട്ടിടണേ. ഇപ്പൊ ഒരു പുതിയ സംസാരം എന്തുവാ? അവരുടെ അപ്പന്റെ ഔതക്കുട്ടിയില്ലേ, അറിയാമോ? അങ്ങേര് മെഡിക്കൽ കോളേജിന്റെ അതിന് മാന്തിയവനാ. എന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ജയിലിലായിരുന്നു, എന്തൊക്കെയായിരുന്നു അറിയാമോ? ചേട്ടത്തി, ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പൊ ഇപ്പൊ വരുന്ന രോഗികളല്ല എവിടെ അയ്യത്താന്നോ കിടക്കുന്നത്? പിന്നെ അല്ലാതെ എല്ലാം അതന്നെ പരിപാടി ഇപ്പം. പിന്നെ അതുപോലെ തന്നെ അന്തോണിച്ചനെ കുറിച്ച് പെണ്ണതൊക്കെ കേൾക്കണേന്ന് അറിയാമോ? അതെന്തുവാ ചേട്ടത്തി? ഷീനാമോളെ, അടുപ്പത്തിനൊരു ചായ വെട്ടത്ത് കൊണ്ടുപോവാ. ഓ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും എന്റെ ലീല. നാട്ടുകാരായി വീട്ടുകാരായി ഞാൻ പറഞ്ഞത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ചൂടുണ്ട്. മതി. മുളകൊക്കെ ഞങ്ങൾ വെച്ച് കുറച്ച് കാര്യം പറയട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തോ പുതിയ സംസാരം? ഞാൻ പറഞ്ഞ അത് കൂടിപ്പോവും. നിനക്ക് എള്ളുവിളിയിലെ ഏലിക്കുട്ടീനെ അറിയാമോ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി എന്നോട് ഇത് പറഞ്ഞത്. അത് എന്തുവാ പുതിയതോ? നമ്മുടെ അന്തോണിച്ചനെ ഇപ്പൊ കൂടെ കോട്ടയത്തേക്ക് ഒരു പോക്കുണ്ടെന്ന്. അതെന്താ കോട്ടയത്തിന് പോകുന്ന? ഇവിടെ ഒന്നും സ്ഥലമില്ലയോ? ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്താ നിന്റെ പേര്? എന്റെ പേരോ? ലീലാമേ. എല്ലാം മറന്നുപോയി. അവനെ പുതിയൊരു സംബന്ധം കൂടിയെന്നവിടെ. അയ്യോ എന്റെ ദൈവമേ, 3 പിള്ളേരുള്ള മനുഷ്യൻ. അവന്റെ മൂത്തമ്മ പാസ്റ്റർ. എനിക്ക് എന്തോ ചെയ്യണത് കേട്ടിട്ട് എന്റെ ദൈവമേ എന്ന് പറയണ്ട എന്റെ ലീലാമേ. മതി ലീലാമേ, ഇത്ര മതി. ഞാനൊന്ന് അപ്പുറത്ത് എനിക്ക് കടയിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ പോയിട്ട് വരാം കേട്ടോ ലീലാമേ? ഓക്കെ. നല്ല ചായയായിരുന്നോ? നല്ല ചായ. എനിക്ക് കുറച്ച് കാപ്പിപ്പൊടി വന്ന വളരെ ഉപകാരമായിരുന്നു. കാപ്പിപ്പൊടി ചേട്ടത്തിക്ക് എളുപ്പം എടുത്തോണ്ട് കൊടുക്ക്. കാപ്പിപ്പൊടിയോ?
കൊടുക്കാമേ. ആ ശരി മോളെ, ഞാൻ അങ്ങ് നടക്കട്ടെ. എന്നാ ശരിയാട്ടോ. ഓക്കെ ലീലാമ്മ. ഒരു പണിക്കുള്ള വക കിട്ടിയിട്ടുണ്ട്. പിള്ളാരെ, ആഹാ ഇതാരും ത്രേസ്യാന്റിയോ? ത്രേസ്യാന്റി അപ്പ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്തോ പത്രം വന്നില്ലല്ലോ. ആ ഇനിയിപ്പൊ പത്രം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ അത് എനിക്കിട്ട് വെച്ചതാണല്ലോടാ. അന്തോണിച്ച ഞാൻ അങ്ങനെ മറക്കും. എന്റെ അന്തോണിച്ച, ഈ ത്രേസ്യ ചേച്ചിക്ക് അന്തോണിച്ചിന്റെ വീടല്ലാതെ വേറെ വീടുണ്ടോ? വരണ്ടേ, ഞങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു ഓർക്കണ്ടേ? ഞാൻ ഇവിടെ കേറണനെ പേടിച്ച് എന്റെ അന്തോണിച്ച. അതെന്തോ പേടിക്കേണ്ട ഒരു കാര്യം? അപ്പുറത്തെ വീട്ടിലെ ലീലാമ്മയില്ലേ, പുള്ളിക്കാരത്തി എന്നെ കാണുമ്പോ അന്തോണിച്ചന്റെ വീട്ടിൽ തന്നെ ഉണ്ട് വിശേഷം, അന്തോണിച്ചന്റെ വീട്ടിൽ തന്നെ ഉണ്ട് വിശേഷം. ഇത് എന്നെ കൂടെ പുള്ളിക്കാരത്തി ചോദിച്ചു. അത് കേൾക്കുമ്പോ എന്റെ തല തൊട്ട് അടിവരെ കരിച്ചു കയറും, അറിയോ? ലീലാമ്മയ്ക്ക് അവർക്ക് അല്ലേലും ഇച്ചിരി വിശേഷത്തിലൊക്കെ കൂടുതലാ. ആ വിശേഷം പറയുന്ന ഒരു കാര്യം പറയാതിരിക്കണ്ടേ. നിന്റെ പേരെന്താ? അന്തോണി. എന്റെ പേര് അന്തോണി. അന്തോണി. അവരുടെ എന്തോ പുതിയ വിശേഷം? നീ എനിക്ക് പഴം തന്നാ ഞാൻ പറയാം. ഇവിടെ പഴമൊന്നും അറിഞ്ഞ കാര്യം മോളെ, എന്തോപ്പാ? അടിപ്പട നോക്കി നല്ല കുറച്ച് പഴം എടുത്തോണ്ട് വന്നേ. വരുന്നേ. പഴം വരുന്നുണ്ട്. അല്ലതാണ് ത്രേസ്യാന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ ഇരിക്കുന്ന പോലെ നല്ല പഴം. അല്ല ഇത് എന്ത് പുതിയ ചട്ടൊക്കെയാന്ന് തോന്നുന്നില്ല. നാട്ടിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. അമേരിക്കയിലൊക്കെ ഇപ്പൊ ചട്ട കിട്ടുവോ? ആണോ? ആ ശരി. കുറച്ചും കൂടെ അതിനകത്ത് സഞ്ചിക്കകത്ത് എടുത്തിട്ടോ. മതി. നീ അങ്ങോട്ട് കേറി പോടാ. കാര്യം പറയും. ഇവന്മാർക്ക് എന്താ സൂക്കേടെന്ന് അറിയാമോ? കാര്യം കേൾക്കാൻ നിൽക്കുക. പറ എന്തോ വിശേഷം. കഴിച്ചോണ്ട് പറ. അടുത്ത കൂടെ ഒരു കടി കൂടെ കടി എന്നിട്ട് പറ. വിശേഷം പറഞ്ഞവരെ കാര്യം ഒന്നും പറയാതിരിക്കുക. നിന്റെ പേരെന്നാ? അന്തോണി. വിശേഷം എന്റെ ചേച്ചി ഒന്ന് പറ. വിശേഷം എന്തുവാ? ഞാൻ പറഞ്ഞു നീ നാൽക്കവല ചെന്നിട്ട് അതരോട് മൊത്തം പറയാനല്ലേ? ഞാൻ നാൽക്കവലെ പോവും, അത് സത്യം. പക്ഷെ അവിടെ ഞാനൊന്നും പറയാറില്ല. പറയില്ലല്ലോ. എന്റെ ചേട്ടത്തി പറയത്തില്ല. ആരും അതൊക്കെ തിന്നു തീർക്ക്. രണ്ടും കൂടെ അടക്കത്തില്ല ചേട്ടത്തി. പറയും. എള്ളുവിളയിലെ എലിക്കുട്ടി ഇത് എന്നോട് പറഞ്ഞത്. നമ്മുടെ എള്ളുവിളല്ലേ? അവർ അച്ഛന്റെ ഭാര്യ. എന്താ പറഞ്ഞേ? ഓ മൂക്കയിലൊക്കെ ഇരിക്കുന്ന ചേട്ടത്തി. ഇത് എന്താ പറ. നമ്മുടെ ജോർജിന് കൂടെ എറണാകുളത്തേക്ക് ഒരു പോക്കുണ്ടെന്ന്. ജോർജിന് എറണാകുളത്ത്? ഇന്നാൾക്കോപ്പം ബസ് സ്റ്റാൻഡിൽ ഞാൻ വെച്ച് കണ്ടപ്പോ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ കയറിയിരിക്കുന്ന ഞാൻ കണ്ടതാ. അവന് പുതിയൊരു സമ്പന്നം കൂടിയെന്ന് എറണാകുളത്താ? ഈ തലനരച്ച കിളവന് വയസ്സാകാലത്ത് പുതിയ സംബന്ധം. ഇത് പിടിച്ച നീ. എനിക്കത് കേട്ടോ എനിക്ക് മുളക് അരച്ച് അവന് ആടിക്ക് തോട പട്ടിക്കാണ് എനിക്ക് തോന്നിയത്. ദൈവമേ, എന്നാലും ഇതൊരു കടുങ്കൈയായി പോയി. ഒന്നും പറയണ. നീ എനിക്കൊരു കന്ന് ഇതിനെ കൊണ്ട് തരണം. ഞാൻ തരാം. പുട്ടിന്റെ കൂടെ കഴിക്കാൻ നല്ലതാ. പുട്ടിന്റെ കൂടെ കഴിക്കാൻ കൊടുത്തു. ഓക്കെ, ഞാൻ നടക്കട്ടെ മോനെ. ചേട്ടത്തി പോയി, പഴത്തൊരു കയ്യിലുമായി. എടാ ഇവൻ കൊള്ളാമല്ലോ ഈ ജോർജ്. മോൻ പഠിക്കുന്ന പാസ്റ്ററായിട്ട് കൊള്ളാം. കളി കൊള്ളാം. കൂടെ എറണാകുളം കോട്ടയം. ആഹാ, നീ വിചാരിച്ച അപ്പൊ അറിയത്തില്ലെന്നല്ലേ? എറണാകുളം കോട്ടയം. തലക്കൊന്നുമില്ലേ? പാസ്റ്ററുടെ അപ്പനാ. എറണാകുളം കോട്ടയം. എന്തോക്കളെ ഇന്നല്ല അച്ചാച്ചൻ വരുന്നത്? എന്റെ പൊന്നുമോനെ, അത് അപ്പ അങ്ങ് മറന്നുപോയി. മക്കളെ സാധാരണ 2:30 ബസ്സിനല്ലേ വരുന്നേ? ബസ് പോയി കാണൂ. അത് അറിയത്തില്ല. എടാ പറഞ്ഞ അപ്പ നാക്കങ്ങോട്ട് വായിലോട്ട് ഇട്ടില്ല. എടി തുമ്പിയോടെ വാരി നല്ലതായിട്ട് പോയടി. നീ മക്കളെ മറ്റേ എന്റെ പേരെന്തുവാ? നമ്മുടെ സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ ഡേറ്റ് തീരുമാനിച്ചോ? അത് രജിസ്റ്ററിന് രാവിലെ ഡേറ്റ് അനൗൺസ് ചെയ്തേ ഉള്ളൂ. ചിലപ്പം ഈ മാസം 17-ാം തീയതി നടക്കും. എല്ലാത്തിനോടും കൂടെ പറയുക, ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. ഇവനാ ഇനി എന്റെ ഏക പ്രതീക്ഷ. ഞങ്ങള് വളരുന്ന പണ്ടേ എഴുതിത്തല്ലേ രണ്ടിന്. അപ്പൊ ഒരു വാര വെക്കുന്ന കൈസുകളാ. മക്കളെ ഒരു കാര്യം പറയാം. അപ്പ കേന്ദ്രത്തിൽ ഒരു പിടിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു സെക്ഷൻ പാസ്റ്റർ, അല്ലെങ്കിൽ ഒരു ചെറിയ സെന്റർ. അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും എന്റെ മോന് വേണ്ട. ആലും പപ്പ, ഈ ഗ്രാജുവേഷൻ കഴിയുന്ന ഉടനെ ഒരു സെക്ഷൻ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ഇതൊരു സഭാ പരിപാലനമല്ലേ?
എടാ മക്കളെ, സഭാപരിപാലനോ ആണ്, കുഞ്ഞുകളി അല്ല. അതുകൊണ്ടാ അപ്പ പറഞ്ഞത് സെക്ഷൻ പാസിൽ കുറഞ്ഞൊരു പരിപാടി എന്റെ പൊന്നുപോന് വേണ്ടാന്ന്. എടാ നീയൊക്കെ എന്തോ വിചാരിച്ചിരിക്കുന്നേ? ഏതെങ്കിലും ഒരു തരികട ബൈബിൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിട്ട് സെൻട്രൽ പാസ്റ്റർ ആകുന്നവരാ ഇപ്പോഴത്തെ ബിരുദന്മാര്. ചൊവ്വേ നേരെ തെറ്റുകൂടെ ആശീർവാദം പറയാൻ ഇവറ്റകൾക്കൊന്നും അറിയത്തില്ല. അത് വെച്ച് നോക്കുമ്പം എന്റെ ഒറ്റക്ക് രാജേഷെങ്കിലും കഴിഞ്ഞ. എടാ അത് തന്നെ ധാരാളം, അത്രയും മതി. പിന്നെ നമ്മുടെ സഭയില് പാസ് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഓക്കെ, മക്കള് അങ്ങോട്ട് കയറി ബാഗൊക്കെ വെച്ചിട്ട് അങ്ങ് പോ. കാര്യം എന്താണെന്നറിയാമോ? എന്നാ പാസ്റ്റർ ഇച്ചിരി സമയം ഒന്ന് തരും. ഒരു കീറങ്ങ് കീറിയരും. ഇപ്പോഴത്തെ സമയം പയറ്റി തെളിയാനുള്ള സമയം. എന്റെ പൊന്നുമോൻ ഒന്ന് പയറ്റി തെളിഞ്ഞിട്ട് വേണം, കൈ തെളിഞ്ഞിട്ട് വേണം ഈ അപ്പായ്ക്ക് ഒരു ക്രൂസൈഡൊക്കെ നടത്തി ഒന്ന് ഗമയായിട്ട് നടക്കാൻ. കേട്ടോ, മറക്കല്ലേ മക്കളെ. നല്ല സ്തോത്രാഴ്ച വീഴും. എന്റെ കർത്താവേ, അപ്പയുടെ ഒരു സുവിശേഷ ദാഹം. എടാ നീ ദൈവത്തെ വിളിക്കാനിരിക്കുന്നതേ ഉള്ളൂ, നീ തുടങ്ങിയതേ ഉള്ളൂ. അപ്പര് പാരവെക്കാനുള്ളതായ നീ നിന്റെ സഹോദരി, മനസ്സിലായില്ലേ? ഇവനേ ഉള്ള എന്റെ കുഞ്ഞ്, അറിയാമല്ലോ അത്. നമുക്ക് എന്തേലും കഴിക്കാം. ലീലാമ്മേ, മോളെ ബാ, നമുക്ക് യോഗത്തിന് പോവാം. പാസ്റ്റർ വിളിച്ചില്ലേ പോയത്? വന്നാട്ട് ഓടി ഓടിയ സമയം ഒത്തിരിയാ, ഓടി വാ. അപ്പച്ചാ, എന്താ മോളെ? അപ്പച്ചാ, ഞങ്ങൾ ഇന്ന് പെന്തക്കോസുകളിൽ ആരാധനയ്ക്ക് പോകുന്നത്. ഇപ്പുറത്ത് വന്ന പാസ്റ്റർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പച്ചാ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് ടേബിളിൽ, എടുത്ത് കഴിക്കണേ. ശരി ശരി മോളെ. പിന്നെ ആ കഥ കടയ്ക്കാൻ മറക്കല്ലേ അപ്പച്ചാ, കള്ളന്മാരുടെ ഭയങ്കര ശല്യമായി ഇപ്പോഴും. ശരി ശരി ശരി. പോവാ എന്തൊക്കെ സൊള്ളി. അപ്പേ, അപ്പ പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ലേ? അങ്ങോട്ട് നോക്കിയേ, പള്ളിക്കാരാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അല്ലെങ്കിലും ജോർജ് അങ്കിളിനും ആന്റിക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടാ നമ്മുടെ അപ്പ ഇവിടെ വെറുതെ കുത്തി. എടി നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നേ? എന്തിനാ ഇപ്പൊ ഈ ഉപവാസ പ്രാർത്ഥന പാസ്റ്റർ വെച്ചത്? പാപികൾ മാനസാന്തരപ്പെടാൻ. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചേ. ജോർജ് മുഴുത്ത ഭാവിയാടി. ഞാൻ വിശുദ്ധനാ, ഞാൻ പണ്ടേ പെട്ടതാണ്. ഓ അത് ശരി, അപ്പ ഇപ്പൊ ഇതിനും പെട്ട എടുക്കുക. നിനക്ക് പെട്ടെടുക്ക. അവനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എവരിപ്പോ വല്ലാണ്ട് പെട്ടു കിടക്കുക. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിട്ട് എവന്റെ പരിപാടി എന്തോ അറിയാമോ? സീരിയൽ കാണാനാ. അയ്യേ നാണക്കേട്. എന്നിട്ട് അവനെ കാണുന്ന കരച്ചില് കാണണം. ഇങ്ങനെ കേട്ടോ കേട്ടോ, ദൈവം അങ്ങ് വെച്ചേക്കുവാ. 85 വർഷം പഴക്കമുള്ള ക്യാമറ ഇങ്ങനെ കടന്നു പിടിപ്പാ എല്ലായിടത്തും. നീ വിശ്രമിക്കണ്ട, ഞാൻ എന്റെ പ്രത്യാശ താനോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞോ വിശ്രമിക്കും. നീ ഇവിടെ കുറ്റിയൊക്കെ പിടിച്ച് ഇങ്ങനെ അതിനെ പിടിച്ചോണ്ട് വിളിക്കുന്നു. അയ്യോ, സമയം പോയി. പ്രാർത്ഥന ഇപ്പൊ തുടങ്ങും. ബാ നമുക്ക് പോകാം. പോവാണേ. ദൈവിക സാന്നിധ്യവും ദൈവാത്മസ്പർശനവും നിറഞ്ഞു നിന്ന ഒരു അനുഗ്രഹീത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ചായ, ഇന്ന് എന്ത് നല്ല സന്തോഷമായിരുന്നു ആരാധനയ്ക്ക് അല്ലേ? ജീവിതത്തിൽ ഇന്നാണല്ലോ നമുക്ക് ഇത്ര വലിയ ഭാഗ്യം ലഭിച്ചത്. രക്ഷകനെ കണ്ടുമുട്ടാൻ ഇടയായല്ലോ. ശരി പപ്പ, ഇന്ന് നമ്മൾ ശരിക്കും മാനസാന്തരപ്പെട്ടു. ഇന്ന് നമ്മൾ ഇന്ന് സ്വതന്ത്രരായ ദിവസമാണ്. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. അങ്ങനെയെങ്കിൽ ആ അന്തോണിച്ചന്റെ വീട്ടിൽ നമുക്കൊന്ന് പോകണം. നമുക്ക് പോയിട്ട് എനിക്കും കൂടെ ഇച്ചിരി പറഞ്ഞാ കഥ പറയാടാ. നിനക്ക് കഥ കേൾക്കണോ സീരിയൽ? കിട്ടണ്ടെങ്കി വാ. അപ്പൊ ഇവിടെ ഇരുന്ന് സീരിയൽ കാണാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. എന്റെ ദൈവമേ, എന്നാ അനുഗ്രഹമായിരുന്നു ഈ അച്ഛൻ. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ദൈവകൃപയുള്ളത് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ആ ജോർജുകളും ലീല ആ ആന്റിയൊക്കെ എന്നാ കരച്ചിലായിരുന്നു. പക്ഷെ ഞാനും കരഞ്ഞു പോയി അത് കണ്ടിട്ട്. അവര് എന്തൊക്കെ തോട്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ ആണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ഇങ്ങോട്ട് നില്ല. ഇവനാരാ? എന്റെ മോൻ. മനസ്സിലായോ? സൺഡേ സ്കൂൾ മുതലേ വിടുവിടുക്കൻ. മനസ്സിലായല്ലേ? അതാണ് മക്കളപ്പ. നല്ല കട്ടിക്കിച്ചി ആഹാരമൊക്കെ കൊടുക്കട്ടെ, പാസ്റ്റർ ആവാനുള്ളത്. സുബിയെ, ഇനി അടുത്ത പുകലിൽ ഇറങ്ങിയേക്കോ കേട്ടോ, മാപ്പിളയും മമ്പളയും കൂടെ. അന്തോണിച്ചോ ഇവിടെ ഉണ്ട്. വന്നേ. കാര്യം പറയട്ടെ. അതിനൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ തൊട്ടിട്ടില്ലേ? അന്തോണിച്ചോ, ഞങ്ങളെ നേരെ നോക്കിക്കേ.
ഞങ്ങളുടെ മുഖം കണ്ടോ? ഇന്നലെ വരെ ജീവിച്ച ജോർജ് കുടുംബവുമല്ല ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങള് ആരാധനയ്ക്ക് പോയത് നിങ്ങളുടെ ചർച്ചിലാണ്. അന്തോണിച്ചന്റെ മകനാണ് ഇന്ന് മെസ്സേജ് തന്നത്. ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള മെസ്സേജ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി. ഞങ്ങൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് അന്തോണിച്ചന്റെ തല്ലുപിടിപ്പുണ്ട്. അന്തോണിച്ചനൊക്കെയല്ല, എത്ര വേണമെങ്കിലും മാറ്റിട്ട് കൊള്ളുക. എനിക്ക് അങ്ങനത്തെ യാതൊരു പരിഭവമില്ല. എന്റെ വാക്കിലോ എന്റെ നടപ്പിലോ എന്റെ പ്രവൃത്തിയിലോ അന്തോണിച്ചൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തോണിച്ചൻ എന്നോട് ക്ഷമിക്കുക. യേശു കർത്താവ് എന്റെ പാപം ക്ഷമിച്ചു തന്നുവെങ്കിൽ ഞാൻ അന്തോണിച്ചനോട് ക്ഷമ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്തോണിച്ചനോട് ക്ഷമ പറയുന്നു. മോനെ, ഇനി മക്കൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ ആന്റി ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം മക്കള്. ഇന്നത്തെ വചനം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വേദന തോന്നി. നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചു. മക്കളെയും കൊണ്ട് പുതിയൊരു അടവ് കൊണ്ട് നടത്തിയേക്കും അന്തോണിയുടെ അടുത്ത്. ആഹാ, ഭാഷ വരുന്നുണ്ടല്ലോ. അന്തോണി സഹോദര, അടവല്ല ഇത്, അനുഭവത്തിന്റെ മാറ്റമാ. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി എന്റെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മറുപടി ദൈവം ഇന്ന് എനിക്ക് നൽകി. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ജോർജ് സഹോദരൻ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് എന്റെ അടുക്കൽ വന്നത്. ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായാണ് ജോർജ് സഹോദരൻ എന്റെ അടുക്കൽ വന്നത്. എന്നോട് ക്ഷമിച്ചു പാസ്റ്ററെ. എന്റെ സ്നേഹിതന്റെ രൂപാന്തരം പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? നമ്മുടെ സുബിമോൻ ഇന്ന് ഇവിടെ നടത്തിയ മെസ്സേജ്, അത് ദൈവത്തിന്റെ പ്രകാശനമുള്ള മെസ്സേജ് ആയിരുന്നു. അത് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ ആദ്യം അവനിൽ ഉണ്ടാകുന്നത് പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപത്തിന്റെ ഫലമാണ് ഇന്ന് അവൻ വന്ന് നിന്നോട് ക്ഷമ പറഞ്ഞത്. നിനക്ക് മനസ്സിലായോ? ക്രിസ്തുവിന്റെ ഭാവമില്ലാത്ത ആത്മീക തിമിരം ബാധിച്ച ഒരു അന്ധനാ ഞാൻ. പക്ഷേ അന്ധനായ എന്റെ കണ്ണു തുറന്ന ജോർജ, ഇവനാ എന്നേക്കാൾ ശ്രേഷ്ഠൻ. തീർച്ചയായും ജോർജെ, എത്രയധികം ദ്രോഹങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഈ പടി കടന്നു എന്റെ പുരയ്ക്കകത്ത് വന്ന് ക്ഷമിക്കണമെന്ന് എന്നോട് പറയുവാനുള്ള മഹാമനസ്കത നീ കാണിച്ചു. തിരിച്ച് ക്ഷമിക്കണമെന്ന് പറയാനുള്ള യോഗ്യത, ആ വാക്കിന്റെ കേവല യോഗ്യത പോലും എനിക്കില്ല. എങ്കിലും എല്ലാം നീ എന്നോട് പൊറുക്കണം. മാത്തുക്കുട്ടി, നമ്മൾ ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണ്. നമ്മുടെ സ്വപ്നമല്ലോടാ എന്നിവിടെ പൂവണിഞ്ഞത്. കണ്ടോ നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. ഇതാണോ നമ്മൾ എത്ര നാൾ ഇവിടെ ഇട്ടിരുന്നത്? നമ്മുടെ മക്കൾ ക്രിസ്തുവിന്റെ ഭാവം തരുള്ളത് അറിയുമോ? ഇനി ഇതിൽ പറ എന്ത് ഭാഗ്യമാണോ നമുക്ക് വേണ്ടത്? ഇനി ഈ അധികാരത്തിൽ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്കുള്ളപ്പോഴേ എന്റെ പാസ്റ്റർ ഇത്ര വേഗം ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചോ? അകത്തിരുന്ന് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോഴായി ഒരു മനുഷ്യന്മാരായത്. ഇന്നലെ വരെ മുഖത്തോട് മുഖം നോക്കിയ കീരിയും പാമ്പുമായിട്ട് ഇങ്ങനെ ഉണ്ടോയിരുന്നു 2 ദിവസം. പക്ഷേ ഇപ്പോഴാണ് ഇവര് ശരിക്കും മനുഷ്യന്മാരായത്. എന്ത് മറിമായ പാസ്റ്റർ സംഭവിച്ചത്? സോമ, ഇത് മറിമായമല്ല, മനം മാറ്റമാ. ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഉള്ളിൽ വന്നപ്പോൾ അവർ യഥാർത്ഥ സ്നേഹിതരായി തീർന്നു. ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു അതിതർക്കവുമില്ല. അതിരുകളില്ലാത്ത ദൈവസ്നേഹം അവരെ തമ്മിൽ ഒന്നിപ്പിച്ചു. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടോ? മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ ആ യേശുവിനെ അറിയുവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ആ യേശുവിനെ എനിക്കും വേണം. സോമ, തീർച്ചയായും
നമ്മളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഏത് കൊടും പാപിയെയും രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് ഈ സ്നേഹം. യേശു കർത്താവ് ഭൂമിയിൽ ഭൂജാതനായതും കാൽവരി ക്രൂശിൽ സകല മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി തന്റെ അവസാനത്തുള്ള ചോര ഊറ്റിക്കൊടുത്തതും സകല മനുഷ്യരോടുമുള്ള അവന്റെ അതിരില്ലാത്ത സ്നേഹം കൊണ്ടാണ്. സോമാ, നീ ഇത് വിശ്വസിക്കുന്നു? യേശുവിനെ എനിക്കും വേണം. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം.